നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ തന്നെ വളരെ മോശമായ രീതിയിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ തന്നെ മന്ത്രി കെ.വി. ഗണേഷ് കുമാർ അതിശക്തമായി പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി ഒരു എല്ലാവരും ജനകീയൻ എന്ന് ധരിക്കുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടാക്കി എന്ന രീതിയിലാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ എത്തും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് ഇപ്പോൾ വീണ്ടും ഈ സോളാർ എന്ന് പറയുന്ന വിഷയം കത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നാണ് ചില പത്ര റിപ്പോർട്ടുകൾ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സോളാറിലെ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല, ഫ്ളാറ്റിലെയും വീട്ടിലെയും നിത്യ സന്ദർശകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആള് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ തന്നെ ഇത്തരം മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് എത്രത്തോളം രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്ന ചോദ്യം കൂടി ഈ ഒരു അവസരത്തിൽ ഉയരുന്നുണ്ട്. വീണ്ടും സോളാർ കത്താനുള്ള എല്ലാവിധ ചാൻസുകളുമുണ്ട്. ഇപ്പോൾ സുധീർ മലയിൽ, അതായത് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് സുധീർ മലയിൽ, കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴിയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയാവുന്നത്. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റ് UDF നേതാക്കളെയും പീഡനക്കേസിൽ കൊടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സുധീർ മലയിൽ കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ ഈ സോളാർ കേസ് ഉപയോഗിക്കുന്നു, അത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയും ചൂഷണം ചെയ്തും UDFിലെ ഉമ്മൻചാണ്ടി അടക്കമുള്ള പല നേതാക്കളെയും താൻ തകർക്കും എന്ന് ഗണേഷ് കുമാർ പറഞ്ഞതായിട്ടാണ് സുധീർ മലയിൽ പറയുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിന് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലയളവിൽ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സുധീർ മലയിൽ. സോളാർ പീഡന കേസിലെ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് പറഞ്ഞറിയിക്കാനാകാത്ത ബന്ധമാണ്. ഓഫീസിലും വസതിയിലുമൊക്കെ അവർ നിത്യ സന്ദർശകയായിരുന്നു എന്ന കാര്യം കൂടി സുധീർ മലയിൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഗണേഷിനെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പ്രതികാരമായി സോളാർ പരാതിക്കാരിയുടെ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തി എന്ന ഒരു ആരോപണവുമുണ്ട്. ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരിക ബന്ധം വോട്ടർമാർക്കിടയിൽ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പ്രത്യേകിച്ചും സ്ത്രീ വിഷയവുമായി ചേർന്ന് രാഷ്ട്രീയം ഒന്ന് കലരുകയാണെങ്കിൽ, മതം, സ്ത്രീ ഇത് രണ്ടും രാഷ്ട്രീയത്തിൽ കലർന്ന് പോവുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ കടന്നു വരുമ്പോൾ, ഈ സുധീർ മലയിൽ എന്ന വ്യക്തി ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇദ്ദേഹം ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളാരും കണ്ടിട്ടുമില്ല, ഇദ്ദേഹം പറഞ്ഞത് കേട്ടുമില്ല. അദ്ദേഹം കോടതിയിൽ, കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു പത്രപ്രസ്താവന നടത്തുകയോ അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയോ ചെയ്തതല്ല. അതായത് ഉമ്മൻചാണ്ടിയെയും UDFിനെയും പല മന്ത്രിമാരെയും കൊടുക്കാനുള്ള എല്ലാ മരുന്നും തന്റെ കയ്യിലുണ്ട്, താനത് വിനിയോഗിക്കും എന്ന ഒരു രാഷ്ട്രീയ പ്രതികാര വാഞ്ചയോടെ ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയത്തിൽ കുതികാൽ വെട്ടുന്നതും പക വെട്ടുന്നതും പ്രതികാരം ചെയ്യുന്നതും അല്ലെങ്കിൽ കസേര വലിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ ഇത്തരത്തിൽ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് പൊതുവെ ഇല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയ അഭിപ്രായമോ വിഭിന്നമാണെങ്കിൽ കൂടി അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വമായിട്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ പോട്ടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം പോലുമല്ല. പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു സംവിധാനത്തെ, UDF എന്ന സംവിധാനത്തെയും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ തന്നെ പൊതുപ്രവർത്തകനെയും ഒക്കെ തന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അധാർമികത തന്നെയാണ് എന്നാണ് ഒരു പൊതു അഭിപ്രായം. നമ്മുടെ അഭിപ്രായമല്ല കേട്ടോ, എല്ലാവരും പറയുന്നതാണ്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ വളരെ വളരെ ഗുരുതരമായ, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ സോളാർ പരാതിക്കാരി ഉയർത്തിയത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിന്റെയൊക്കെ പിന്നിൽ ഗണേഷ് കുമാർ ആണ് എന്ന് പറയാതെ പറയുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നടത്തിയിരിക്കുന്നത്. സുധീർ മലയിലിന് ഗണേഷ് കുമാറിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്നുള്ള കാര്യം കോടതി പരിശോധിക്കട്ടെ. അപ്പം പുതിയ ഒരു രാഷ്ട്രീയ സമസ്യയിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം ചെന്നെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്തൊരു കാര്യം, ഗണേഷ് കുമാറിൻ്റെത് ഒരു ചെറിയ പാർട്ടിയാണ്, ഒരു MLA മാത്രമുള്ള പാർട്ടിയാണ്. അത് ഇപ്പം കേരള കോൺഗ്രസ് B എന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ഭാഗമാണെന്നേ ഉള്ളൂ. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ മുന്നണി വിട്ട് പോവുകയോ ചെയ്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM ഒന്നും സംഭവിക്കില്ല.
എന്നാലും ഈ ഒരു സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിൽ ഇദ്ദേഹം പ്രതികരിച്ചു അല്ലെങ്കിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ അത് ഒരു വൈകാരികമായ ഒരു പൊതു പ്രതികരണം ഉണ്ടാക്കും എന്നത് സത്യമാണ്. അതിന്റെ ചർച്ചകളിലേക്കും കൂടിയാണ് ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം എത്താൻ പോകുന്നത്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു.